കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഖാരിഫ് എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ, അതായത് നമ്മുടെ മൺസൂണൊക്കെ ഇല്ലേ, മൺസൂണിൻ്റെ തുടക്കം തൊട്ട്, അതായത് മഴയൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് നമ്മുടെ നവംബർ വരെ, ആദ്യ വാരം വരെ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ഖാരിഫ് വിളകൾ എടുക്കുന്നത്. അതായത് ജൂൺ തൊട്ട് നവംബർ എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലമാണ് അല്ലേ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നടുന്ന വിളകളാണ് ഖാരിഫ് വിളകളെന്ന് പറയുന്നത്. അതായത് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, ഇതൊക്കെയാണ് ഖാരിഫ് വിളകളിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ ഇടവപ്പാതി തുടങ്ങുന്നത് തൊട്ട്, ജൂണിലെ ഇടവപ്പാതി തുടങ്ങുന്നത് തൊട്ട് നമുക്ക് പറയാം. അതായത് മൺസൂൺ സീസണിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നവംബറിൻ്റെ ആദ്യവാരം വരെ, അതായത് മൺസൂൺ സീസൺ കഴിയുന്നിടം വരെ, അതായത് നമ്മുടെ തുലാമഴയൊക്കെ ഇല്ലേ, അതൊക്കെ കഴിയുന്നിടം വരെ, അതാണ് ഖാരിഫ് വിളകൾ. മഴക്കാലത്തെ വിളകളാണ് ഖാരിഫ് വിളകൾ. അത് ജൂൺ തൊട്ട് നവംബർ വരെ. എന്തൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അടുത്തത് റാബി തണുപ്പ് കാലത്ത്, അതായത് നമ്മുടെ നവംബറിൻ്റെ മധ്യം തൊട്ട് നമ്മുടെ മാർച്ച് കാലം വരെ ഉള്ളതാണ്. അതായത് നമ്മുടെ തണുപ്പ് തുടങ്ങുമ്പോൾ തൊട്ടുള്ളതാണ്. എന്നിട്ട് വേനൽ കടുക്കുന്നതിന് മുമ്പ് വരെ, അതാണ് റാബി വിളകളെന്ന് പറയുന്നത്. അതിനകത്ത് ഗോതമ്പ്, പുകയില, പിന്നെ കടുക്, പയർവർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് റാബി ടൈമിൽ നടുന്നത്. അടുത്തത് സെയ്ദ്, അത് വേനൽക്കാലത്താണ്. അതായത് മാർച്ചിൻ്റെയൊക്കെ ആ ഒരു ടൈം തൊട്ട്, മാർച്ച് തൊട്ട് ജൂൺ വരെ, അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വരെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് നടുന്നത്. അപ്പം മൂന്ന് കാലങ്ങൾ പഠിച്ചു. അതായത് ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറയുന്നത് മഴക്കാലം, അത് ജൂൺ തൊട്ട് നവംബർ വരെ. റാബി എന്ന് പറയുന്നത് തണുപ്പ് കാലം, നവംബർ തൊട്ട് മാർച്ച് വരെ. അടുത്ത സെയ്ദ് എന്ന് പറയുന്നത് മാർച്ച് തൊട്ട് ജൂൺ വരെ, വേനൽക്കാലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.